നമ്മളിന്ന് പോകുന്നത് പ്രകൃതിയുടെ മനോഹര ലോകത്തേക്ക്. തൃശ്ശൂരിൻ്റെ ഹൃദയത്തിലുള്ള പീച്ചി ഡാം. 1950കളിൽ നിർമ്മിച്ച ഈ ഡാം ജലസേചനത്തിനും കുടിവെള്ളത്തിനും മാത്രമല്ല, ഇന്ന് പ്രകൃതി പ്രേമികൾക്കും ട്രാവൽ ലവേഴ്സിനും ഒരു ഡ്രീം ഡെസ്റ്റിനേഷനാണ്. ഇവിടുത്തെ പ്രധാന ഹൈലൈറ്റുകളിലൊന്നായ തടാകത്തിനിടയിൽ നിന്നുകൊണ്ട് പ്രകൃതിയെ ആസ്വദിക്കാൻ കഴിയുന്ന ബാംബു ബോട്ടിംഗ്, കാടുകളുടെ സാന്നിധ്യത്തിൽ പക്ഷികളുടെ ശബ്ദം കേട്ടുകൊണ്ട് നടക്കുന്ന ട്രെക്കിംഗ് ട്രയൽസ്, കൂടാതെ പീച്ചി വന്യജീവി സങ്കേതത്തിന്റെ പച്ചപ്പും സമാധാനവും. ഇറ്റ്സ് മീ റിയാദ് അലിയൻസ്. വെൽക്കം ടു തൃശ്ശൂരിന്റെ സ്വന്തം പീച്ചി ഡാമിന്റെ വിശേഷങ്ങളിലേക്ക്. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. നിങ്ങൾ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് ഏകദേശം 22 കിലോമീറ്റർ അകലത്തിലാണ് പാണഞ്ചേരി പഞ്ചായത്തിലുള്ള പീച്ചി ഡാം സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂർ പാലക്കാട് റൂട്ടിൽ പട്ടിക്കാട് നിന്നും റൈറ്റിലേക്ക് തിരിയുമ്പോഴാണ് പീച്ചി ഡാമിലേക്കുള്ള റൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് കണ്ണാറ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇതിൽ വലത്തോട്ട് പോകുന്ന റോഡ് പയ്യനം വലക്കാവ് ഭാഗത്തേക്കുള്ളതാണ് കേട്ടോ. ഇടതുവശത്തായി നിങ്ങൾക്ക് കണ്ണാറ UP സ്കൂൾ കാണാവുന്നതാണ്. ഇതുവരെയും നിരപ്പായ ഒരു റോഡിൽ വന്നിട്ട് ഇവിടെ എത്തുമ്പോൾ മുതൽ അത്യാവശ്യം നല്ലൊരു കയറ്റമുണ്ട് കേട്ടോ. ആ കയറ്റം കയറി മുകളിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം നമ്മളൊരു ഫോറസ്റ്റ് ആംബിയൻസിലാവും യാത്ര ചെയ്യുന്നത്. അതാണ് KFRI. കയറ്റെല്ലാം കയറി മുകളിലെത്തുമ്പോഴേക്കും നമ്മൾ KFRIയിലേക്ക് എൻട്രി ചെയ്തിരിക്കും. KFRI നിങ്ങൾക്ക് അത്യാവശ്യം പരിചയം ഉണ്ടായിരിക്കും. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. KFRIയിലേക്ക് അങ്ങനെ എൻ്റർ ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ആ ഒരു പോകുന്ന റൂട്ടിൽ വിഷ്വൽ മൊത്തത്തിലങ്ങ് മാറാൻ പോവുകയാണ്. ഇരുവശങ്ങളിലും മരങ്ങൾ ഇടതൂർന്ന് നിന്ന് നല്ല പച്ചപ്പിൽ, അതൊരു മൺസൂൺ സമയത്തൊക്കെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ വളരെയധികം ഗംഭീരമായ ഒരു യാത്രയായിരിക്കും. കാറിലൊക്കെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഗ്ലാസ്സൊക്കെ താത്തി അവിടുത്തെ ഒരു തണുപ്പൊക്കെ ഒന്ന് ആസ്വദിച്ച് നിങ്ങൾക്ക് പോകാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം എൻജോയ് ചെയ്യാൻ കഴിയും. പിന്നെ നിങ്ങൾ പീച്ചി ഡാമിലേക്ക് പോകുന്നവർക്ക് ഉൾപ്പെടുത്താൻ പറ്റിയ വേറൊരു ലൊക്കേഷൻ കൂടി ഞാൻ പറയാം. അതാണ് ഒരപ്പൻകെട്ട് വാട്ടർഫോൾ. ഈ ഒരു ലൊക്കേഷൻ നോട്ട് ചെയ്തോട്ടോ. ഇവിടുന്ന് ഇടത് സൈഡിലേക്കാണ് നമുക്ക് ആ സ്ഥലത്തേക്ക് പോകേണ്ടത്. ആക്ച്വലി അതൊരു ഹിഡൻ വാട്ടർഫോളാണ്. നിലവിൽ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ചൊരു ഷോർട്ട് വീഡിയോ ഡീറ്റെയിൽഡായിട്ട് ഞാൻ എൻ്റെ ഷോർട്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേണ്ടിയവർക്ക് ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. നമ്മുടെ ഇടത് സൈഡിൽ കാണുന്നതാണ് KFRIയുടെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. ഈ KFRI എന്നുള്ളത് 1975 സ്ഥാപിതമായ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നിലവിലത് കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ്, ടെക്നോളജി ആൻഡ് എൻവയോൺമെൻറ്റിൻ്റെ കീഴിലാണ് പ്രവർത്തിച്ചു വരുന്നത്. ഈ KFRIയിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സും മറ്റുമാണ് നമുക്ക് ഈ ഇടത് സൈഡിലും വലത് സൈഡിലൊക്കെയായിട്ട് നമുക്ക് കാണാൻ കഴിയും. പീച്ചി ഡാമിലേക്ക് എത്തുന്നതിന് മുൻപ് നിങ്ങൾക്ക് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ കൂടിയ ഒരു സെൻറ്റർ എന്ന് പറയുന്നത് ഈ വിലങ്ങന്നൂർ സെൻറ്റർ ആയിരിക്കും കേട്ടോ. വിലങ്ങന്നൂർ സെൻറ്ററിൽ നിന്നും വലതോട്ട് പോകുന്ന ഒരു റോഡ് കാണാം. അതാണ് വെള്ളക്കാരിത്തടം ചെന്നായിപ്പാറ മാന്നാമംഗലം പോകുന്ന റൂട്ട്. ഒരു ബസ് നിൽക്കുന്ന കണ്ടോ, ആ ബസ് ആ റൂട്ടിലേക്കുള്ളതാണ് കേട്ടോ. നമുക്ക് പോകേണ്ടത് നേരെ തന്നെയാണ്. നമ്മുടെ ഇടത് സൈഡായിട്ട് നമുക്കൊരു ഹോസ്പിറ്റലും ഇവിടെ കാണാം. അപ്പോൾ ഡാമിനെ പറ്റി പറയുകയാണെങ്കിൽ കരിവണ്ണൂർ പുഴയുടെ പോഷക നദിയായ മണലിപ്പുഴയുടെ കുറുകെ നിർമ്മിക്കപ്പെട്ട ഈ ഡാമിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത് 1950ലാണ്. അതിൻ്റെ ചീഫ് എഞ്ചിനീയർ ആദ്യകാലത്ത് ചീഫ് മിനിസ്റ്റർ ആയിരുന്ന ഗഡവാര്യരാണ് കേട്ടോ. നിർമ്മാണത്തിൻ്റെ തുടക്കത്തിൽ പ്രാദേശിക നിവാസികളിൽ നിന്നും എതിർപ്പും പ്രക്ഷോഭം നടന്നിരുന്നതായി പഠനങ്ങളിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ആന്ധ്രാപ്രദേശിൽ നിന്നും മറ്റു വന്ന എഞ്ചിനീയേഴ്സിനെ വെച്ചുകൊണ്ടാണ് തുടർന്നുള്ള നിർമ്മാണം പൂർത്തീകരിച്ചത്. എന്നാൽ നിർമ്മാണം പൂർണ്ണമായും പൂർത്തീകരിക്കാതെ തന്നെ 1957 ഒക്ടോബർ 4 ഫസ്റ്റ് കേരള ഗവർണറായിരുന്ന B രാമകൃഷ്ണ റാവു ഡാം ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. നിർമ്മാണം പൂർത്തീകരിക്കുന്നത് നെക്സ്റ്റ് ഇയർ 1958ലാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ഡാമുകളിൽ ഒന്നായ പീച്ചി ഡാം കോൺക്രീറ്റിൽ സ്ട്രെയിറ്റ് ഗ്രാവിറ്റിയിൽ നിർമ്മിക്കപ്പെട്ട ഒരു ഡാമാണ്. ജലസേചനം എന്ന ലക്ഷ്യത്തിൽ നിർമ്മിച്ച ഈ ഡാം ഇപ്പോൾ KSEBിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി ഉൽപ്പാദനവും സാധ്യമാകുന്നുണ്ട്.
അങ്ങനെ പീച്ചി ഡാം എത്തുന്നതിന് മുൻപ് ഒരു ആർച്ച് എൻട്രൻസ് നിങ്ങൾക്കിങ്ങനെ കാണാവുന്നതാണ്. നമുക്ക് പോകേണ്ടത് നേരെയുള്ള റൂട്ടിലൂടെ തന്നെയാണ്. എന്നാൽ തന്നെ ഈ ആർച്ച് കഴിഞ്ഞ് നേരെ പോകുന്നതിന് പകരം സൈഡിലേക്ക് ഇടതേക്ക് പോകുന്ന റൂട്ടിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഡാമിൻ്റെ താഴെ വശത്തോടുള്ള എന്ന് പറഞ്ഞാൽ റിസർവോയർ സൈഡിലല്ലാതെ വെള്ളം പതിക്കുന്ന സൈഡിലുള്ള ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് ഡയറക്റ്റ്ലി ആ വഴിയെ പോകാവുന്നതാണ്. ഞാനിപ്പോൾ നേരെ തന്നെയാണ് പോകുന്നത്. നമ്മളിതിൻ്റെ വലതുവശത്തായിട്ട് പീച്ചി സ്കൂളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ടൂറിസ്റ്റുകളെ കൂടുതലായി പീച്ചി ഡാമിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതിനുള്ള കാരണങ്ങളൊന്ന് കുട്ടവഞ്ചി സവാരിയും ഫോറസ്റ്റ് ട്രക്കിങ്ങും. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പുറകെ വിശദമായിട്ട് പറയാം കേട്ടോ. അങ്ങനെ നമ്മൾ ഡാമിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ സൈഡിലുള്ള പാർക്കിംഗ് സ്പേസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടികളെല്ലാം പാർക്ക് ചെയ്യാവുന്നതാണ്. ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് ബൈക്കിന് 5, ഓട്ടോ 10, കാറ് അല്ലെങ്കിൽ ജീപ്പിന് 20, ടെമ്പോയ്ക്ക് 30, മിനി ബസ്സിന് 40, ബസ്സിന് 60, ഇങ്ങനെയാണ് ഇതിൻ്റെ താരിഫ് പോകുന്നത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇവിടെ ഈ ഗൂഗിൾ പേ അല്ലെങ്കിൽ UPI ട്രാൻസാക്ഷൻസ് ഒന്നും ഇവിടെ നടക്കില്ല. പേയ്മെൻറ്റ് ക്യാഷിൽ തന്നെ ആയിരിക്കണം. പിന്നെ ഇതിൻ്റെ ഇടത് സൈഡിലും വലത് സൈഡിലേക്കായിട്ട് നിങ്ങൾക്ക് ക്യാൻറ്റീൻസും ചെറിയ ഹോട്ടൽസും ഒക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ വരുന്നത് നിങ്ങളുടെ സ്വന്തം വാഹനത്തിനല്ല, ബസ്സിലാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂരിൽ നിന്നും ഓരോ 10 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങോട്ട് ബസ് ഉണ്ടായിരിക്കുന്നതാണ്. അത് ബസ് സ്റ്റാൻഡ്, പീച്ചി ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഇവിടെയാണ് കേട്ടോ. ഇവിടെ വരെയും നമുക്ക് ബസ് സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ഡാമിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 5 മുതൽ 11 വയസ്സ് വരെയുള്ളവർക്ക് 10 രൂപയും 12 വയസ്സിന് മുകളിലുള്ളവർക്ക് 20ഉം 60 വയസ്സും അതിന് മുകളിലുള്ളവർക്ക് 10 രൂപയാണ്. ഡാമിൻ്റെ സന്ദർശകർക്കുള്ള സമയം എന്ന് പറയുന്നത് 8 മണി മുതൽ വൈകുന്നേരം 6:30 വരെയാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് വിചിത്രമായി തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് ഏരിയ ആണ്. നമ്മുടെ പ്രൊഫഷണൽ വേയിൽ കേട്ടോ. നമ്മൾ നോർമലി ഫോണിൽ എടുക്കുന്ന വീഡിയോസും ഫോട്ടോസും ഓക്കെയാണ്, അല്ലാതെ പ്രൊഫഷണലി നമുക്കിവിടെ വീഡിയോഗ്രാഫിയോ ഫോട്ടോഗ്രാഫിയോ ചെയ്യാൻ പാടില്ല എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അതെന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. സേഫ്റ്റിയെ മുൻനിർത്തിയാണ് എന്ന് ഇവർ അവകാശപ്പെടുന്നു. $120 ഇഞ്ചോളം ഉയർത്താൻ കഴിയുന്ന 4 ഷട്ടറുകളുള്ള സ്പിൽവേസ് ആണ് പീച്ചി ഡാമിനുള്ളത്. നിങ്ങൾ വരുന്നത് മഴക്കാലത്താണെന്നുണ്ടെങ്കിൽ റിസർവോയിൽ അത്യാവശ്യം വെള്ളവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പീച്ചി ഡാമിൻ്റെ ഷട്ടറുകളൊക്കെ തുറന്ന ഒരു വിഷ്വൽ കാണാൻ കഴിയും. അത് അതിഗംഭീരമാണ്. ഞാൻ പോയ ദിവസം 4 ഷട്ടറുകളും തുറന്നുണ്ടായിരുന്നു. വിഷ്വൽ ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇക്കോ ടൂറിസം പ്രോഗ്രാമിൻ്റെ ഭാഗമായുള്ള കുട്ടവഞ്ചി സവാരി, നിലവിൽ അത് 20 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഈ കുട്ടവഞ്ചി സവാരിയിൽ തുഴച്ചിൽക്കാരനുൾപ്പെടെ 5 പേർക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാവുന്നതാണ്. ഇതിനവർ ഈടാക്കുന്ന 400 രൂപയാണ്. സേഫ്റ്റി ജാക്കറ്റ്സും മറ്റുമെല്ലാം ഇതിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് സേഫ്റ്റിയുടെ കാര്യത്തിൽ ഇഷ്യൂസ് ഒന്നുമില്ല. മുള കൊണ്ട് നിർമ്മിച്ച ചെങ്ങാടത്തിൽ മാമ്പാറ വെള്ളച്ചാട്ടം വരെയാകും യാത്ര ചെയ്യാൻ കഴിയുന്നത്. അങ്ങനെ ഡാമിൻ്റെ മുകളിലൂടെ നടന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുട്ടികൾക്കുള്ള പാർക്കും ഐസ്ക്രീം സ്റ്റാളുകളും മറ്റും കാണാൻ കഴിയും. ഇവിടുത്തെ ഒരു ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഈ വൃക്ഷങ്ങൾക്ക് ചുവട്ടിലായി നമുക്കിങ്ങനെ വിശ്രമിക്കാനുള്ള ഒരു ഇരിപ്പിടങ്ങളും കുട്ടികൾക്ക് ആടാനുള്ള ഊഞ്ഞാലും മറ്റൊക്കെ കാണുമ്പോൾ വളരെയധികം റിലാക്സ് തോന്നുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ അത്.
ഇവിടെ നിങ്ങൾക്ക് എതിർവശത്തായി നല്ല ഉയരത്തിൽ നിൽക്കുന്ന ഒരു കെട്ടിടം കാണാൻ കഴിയും. അതാണ് കൂടാരം മണ്ഡപം എന്നൊക്കെ അർത്ഥം വരുന്ന പവലിയൻ എന്ന് പറയുന്ന കെട്ടിടമാണ് കേട്ടോ. അവിടെ നിന്നുകൊണ്ട് നമുക്ക് പീച്ചി ഡാമിൻ്റെ 360 ഡിഗ്രിയിലുള്ള ഒരു വ്യൂ നമുക്ക് കാണാൻ കഴിയും. തൃശ്ശൂർ സ്കൂളിൽ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ സ്കൂളിൽ നിന്ന് ഒരു ട്രിപ്പ് എന്ന് പറയുമ്പോൾ പീച്ചി ഡാം അത് മസ്റ്റാണ്. ഇന്ന് ഈ പടവുകളൊക്കെ ചവിട്ടി മുകളിൽ കയറുക എന്ന് പറഞ്ഞ ഒരു ടാസ്ക് തന്നെയാണ്. പക്ഷേ ചെറുപ്പത്തിലൊക്കെ ആണെങ്കിൽ നമ്മളിത് ഓടി ഇതിൻ്റെ മുകളിൽ വരെ ഓടി കയറുമായിരുന്നു. ഈ മണ്ഡപം പടുന്ന ശില്പികളുടെ പേരുകളാണെന്ന് തോന്നുന്നു. ഒരു നിമിഷം അവരൊന്ന് സ്മരിച്ചേക്കാം. അപ്പോൾ നമുക്ക് ഈ പടവുകളൊക്കെ ഒന്ന് കടന്ന് മുകളിലെത്തി ആ 360 ഡിഗ്രിയിലുള്ള ആ ഒരു വ്യൂ ഒന്ന് കണ്ടു നോക്കിയാലോ. ഇതുവരെ ഓക്കെ, ഇനി അങ്ങോട്ടാണ് ടാസ്ക്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പീച്ചി ഡാമിൻ്റെ കാഴ്ചകളും പീച്ചി വാഴാനി വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഭാഗങ്ങളുമാണ് കേട്ടോ. രണ്ട് ശാഖകളായാണ് പീച്ചി ഡാമിൻ്റെ വെള്ളം താഴോട്ട് പുറന്തള്ളുന്നത്. ഒന്ന് മുടക്കമില്ലാതെയുള്ള ജലസേചനവും മറ്റൊന്ന് വൈദ്യുതി ഉൽപ്പാദനം. ഇതാണ് KSEBിയുടെ ചെറുകിട ജലവൈദ്യുത പദ്ധതി. ഇതുവഴി 33 ലക്ഷം യൂണിറ്റാണ് KSEB ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. പെൻസ്ട്രോക്ക് പൈപ്പുകളിൽ നിന്നും ടർബൈൻ ചുറ്റി കറങ്ങി തിരിച്ചു വരുന്ന ഈ വെള്ളം തിരിച്ച് കനാലിലേക്ക് ഒഴുക്കി വിടുകയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ വേറൊരു പ്രത്യേകതയാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡനും ഗാർഡന് കുറുകെ ഒഴുകുന്ന ഈ ചെറിയൊരു കനാലും. എന്നാൽ ഈ ഗാർഡൻ നല്ല രീതിയിൽ സംരക്ഷണം ചെയ്യുന്നില്ല എന്നൊരു തോന്നൽ നമുക്ക് തോന്നിപ്പോകും.
എക്കോ ടൂറിസം പ്രോഗ്രാമിൻ്റെ ഭാഗമായ ട്രെക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇത് 4 തരമാണ് വരുന്നത്. ഒന്ന് എലിഫന്റ് സാഗ ട്രെക്കിങ് 2 കിലോമീറ്ററിൻ്റെ, ബൈസൺ ട്രെയിൽ 3 കിലോമീറ്റർ, ഡാം വാലി ട്രെക്കിങ് 6 കിലോമീറ്റർ, പിന്നെ മൂടൽമല ട്രെക്കിങ് 8 കിലോമീറ്റർ. ഇതിൽ മൂടൽമലയാണ് കുറച്ചും കൂടി അട്രാക്റ്റീവായിട്ട് തോന്നുന്നത്. നമ്മൾ ഈ എക്സിറ്റ് വഴി ഇറങ്ങി വരുന്നതിന് ഫ്രണ്ടിലായിട്ട് നമുക്കൊരു എഞ്ചിനീയറിംഗ് മ്യൂസിയം കാണാം. അവിടെ ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെയുള്ള കേരളത്തിലെ ത്രിമാന മാതൃക അല്ലെങ്കിൽ റിലീഫ് മാപ്പ് ഓഫ് കേരള നമുക്ക് കാണാൻ കഴിയും. ആക്ച്വലി ഞാൻ ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. ആ ഒരു പിങ്ക് ബിൽഡിംഗ് ഉണ്ടോ, ആ ഒരു ഏരിയ ആണ് കേട്ടോ. അതിശക്തമായ മഴക്കാലത്ത് ഈ പാലം കവിഞ്ഞ് വെള്ളം പോകുന്നത് വീഡിയോസ് നിങ്ങൾ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ ഷോർട്സ് ആയിട്ടോ യൂട്യൂബ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ വഴി വന്ന് വണ്ടി പാർക്ക് ചെയ്തും നമുക്ക് ഡാമിലേക്ക് പ്രവേശിക്കാവുന്നതാണ് കേട്ടോ. പീച്ചി ഡാമിൻ്റെ ഒരു പ്രത്യേകതയാണ് വെള്ളച്ചാട്ടം അടുത്ത് നിന്നുകൊണ്ട് കാണാൻ കഴിയുന്നു എന്ന് പറയുന്നത്. കേരളത്തിൽ ഇതുപോലെ വേറെ ഏത് ഡാമിൽ കാണാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇതേ അടുത്തുനിന്ന് ഇതുപോലെ ഒന്ന് കാണുമ്പോൾ ചിലപ്പോൾ ഒരു തലകറക്കം പോലെയൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ ഇനിയുള്ള ടാസ്ക് എന്ന് പറയുന്നത് ഈ സ്റ്റെപ്പ് മുഴുവൻ കയറി മേളിലെത്തണം. കാരണം നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് മുകളിലാണ്. ഞാൻ ഏകദേശം ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് ഇവിടെ വന്നത്. ഇപ്പോൾ ഒരു 6:30 ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ തിരിച്ച് മേളിലെത്തിയപ്പോഴത്തേക്കും ലൈറ്റൊക്കെ തെളിച്ച് വേറൊരു ലുക്കായിരുന്നു അവിടെ. ബട്ട് സ്റ്റിൽ അവിടെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നിങ്ങളൊരു ഹാഫ് ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് തീർച്ചയായിട്ടും ബീച്ചിടാൻ സജസ്റ്റ് ചെയ്യുക. അത് മൺസൂണിലാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വെള്ളച്ചാട്ടമൊക്കെ ഉള്ളൊരു സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുകൂടാതെ നിങ്ങൾ വരുന്ന വഴിക്ക് KFRയിലുള്ള ഓരപ്പൻകുട്ട് വാട്ടർഫോളും നിങ്ങൾ കാണാൻ ശ്രമിക്കുക. യു വിൽ എൻജോയ്. അപ്പോൾ വീഡിയോസ് കണ്ട എല്ലാവർക്കും താങ്ക്സ്.